ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാനേജീരിയൽ ഫംഗ്ഷനുണ്ട്, സെക്കൻഡ് പോയിന്റ് ഓപ്പറേറ്റീവ് ഫംഗ്ഷനുമാണ് വരുന്നത്. അതിൽ മാനേജീരിയൽ ഫംഗ്ഷനിൽ പ്രധാനമായിട്ടും നമ്മൾ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി പഠിച്ച കുറച്ച് പോയിന്റുകളാണ്. മാനേജീരിയൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് planning, organizing, directing, coordination and controlling various activities of personal department. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് പ്ലാനിങ് നടത്തുക, അതിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്യുക, വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുക, അതിൻ്റെ ആക്ടിവിറ്റീസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മാനേജീരിയൽ ഫംഗ്ഷനിൽ വരുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റുകളും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുക. ഫസ്റ്റ് പോയിന്റ് എന്നതും പ്ലാനിങ് ആണ്. പ്ലാനിങ് ഓൾറെഡി നമുക്കറിയാം, ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് ഓഫ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടു ബി അണ്ടർടേക്കൺ ഇൻ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഡിറ്റർമിനേഷൻ ഓഫ് സ്ട്രാറ്റജീസ് കൃത്യമായി ഡിറ്റർമിൻ ചെയ്യുക, പ്രോഗ്രാമുകൾ, പോളിസികൾ, പ്രൊസീജിയേഴ്സ്, ഇതെല്ലാം ആ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അതിലത്തെ ഒരു ബെസ്റ്റ് വണ്ണ് സെലക്ട് ചെയ്യലും കൂടിയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ്, ഇവിടെ എന്തിനെക്കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മളെടുക്കുന്ന സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ പ്ലാനിങ് എപ്പോഴും ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ പോളിസികൾ, പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകമായി നമുക്ക് എടുത്തു പറയാവുന്ന ഒരു 4 പോയിന്റുകളാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ ഓരോ ലേബേഴ്സിനും വരുന്ന നീഡ്സ് എന്തൊക്കെയാണുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. ആൻഡ് സോഴ്സ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഇനി ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്രത്തോളം ആളുകൾ ആവശ്യമുണ്ടെന്ന് നോക്കിക്കൊണ്ട് അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന് അവരെ പ്രൊക്യൂർ ചെയ്യണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാം. ആൻഡ് ഇനി പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ ടെക്നിക് ഫോർ ഇൻക്ലൂഡിങ് പേഴ്സണൽ ടു കോൺട്രിബ്യൂട്ട് മാക്സിമം ടു അക്കംപ്ലിഷ് ദ ഡിസൈർഡ് റിസൾട്ട്. നമുക്ക് ഏത് റിസൾട്ടാണോ നമ്മൾ ആഗ്രഹിക്കുന്ന അക്കംപ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിന് വേണ്ടതായിട്ടുള്ള ടെക്നിക്സ് ഓരോ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രക്ചർ ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്ലിമെൻറ്റിങ് ദ പ്ലാൻ. നമ്മൾ പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ്. ഇനി അതെങ്ങനെയാണ് അതിൻ്റെ അലോക്കേഷൻ വന്നിരിക്കുന്നത്? ദ ടാസ്ക് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ അതിനെ കൃത്യമായിട്ടുള്ള അലോക്കേഷൻ നടത്തുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ അലോക്കേഷൻ നടത്തുമ്പോൾ ഓരോ വ്യക്തികളും ഏതൊക്കെ ഡ്യൂട്ടീസാണ് പെർഫോം ചെയ്യേണ്ടത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന്, ഏതൊക്കെ എംപ്ലോയീസിന് എന്തൊക്കെ ഡ്യൂട്ടീസ് വേണം എന്നുള്ളത് അലോക്കേഷനാണ് ഈ ഒരു ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ഫിക്സിംഗ് ദ റെസ്പോൺസിബിലിറ്റീസ് വിൽ ബി ദ മെയിൻ ഇഷ്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ആർക്ക് ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്യൂട്ടീസ്, അവർക്ക് ഓരോരുത്തർക്കും ഫിക്സ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രധാനമായിട്ട് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഓരോ എംപ്ലോയീസിനും ഓരോ ടാസ്കുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി. ഓരോ വ്യക്തികളുടെയും കഴിവിനും കപ്പാസിറ്റിക്കും അനുസരിച്ച് കൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ ഓരോ ടാസ്കുകൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് ഈസ് ദ പേഴ്സണൽ മാനേജേഴ്സ് ജോബ് ടു എസ്റ്റാബ്ലിഷ് ലൈൻ ആൻഡ് സ്റ്റാഫ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പേഴ്സണൽ മാനേജർക്കായിരിക്കും അതിൻ്റെ മെയിൻ ചാർജ്. ലൈൻ ആൻഡ് സ്റ്റാഫ് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതും എവിടെയൊക്കെയാണ് അതോറിറ്റി ആർക്കൊക്കെ അസൈൻ ചെയ്യണം എന്നുള്ളതും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ആ ഓർഗനൈസേഷനിൽ ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവുക അവിടുത്തെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർക്കായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ രണ്ടാമത്തത് അത് കൃത്യമായിട്ട് അതിൻ്റെ അലോക്കേഷൻ പ്രോസസ്സാണ്. ഇനി മൂന്നാമത്തത് പറഞ്ഞ ഡയറക്ഷനാണ്.
ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ഇൻസ്ട്രക്റ്റിംഗ് ഗൈഡിങ്. നമുക്കത് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഇവിടെ ഡ്യൂട്ടിയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക അവരെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് പറയുന്നത്. കോൺസിക്വൻ്റ്ലി ഡയറക്ഷൻ ഇൻക്ലൂഡ് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന ഘടകങ്ങളാണ് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ടതായ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ മാനേജറാണ് ഇത്തരത്തിലുള്ള പ്ലാൻസും പോളിസീസും ഒക്കെ എംപ്ലോയീസിന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ എൻവയോൺമെൻറ്റ്, സൈക്കോളജി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് ഓഫ് മോട്ടിവേഷൻ. ഇനി മോട്ടിവേഷനിൽ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അവിടെ സ്യൂട്ടബിൾ ആയത് ഏതാണോ അവിടുത്തെ എൻ്റെ ഒരു എൻവയോൺമെൻറ്റും അവിടെ ആളുകളുടെ സൈക്കോളജിയും അവിടുത്തെ എക്കണോമിക് ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സിനെ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള ടെക്നിക്സുകൾ, നമുക്ക് മോട്ടിവേഷൻ്റെ ടെക്നിക്സുകൾ അവിടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് നാലാമത്തെ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ആക്ടിവിറ്റീസ് ആ ഓർഗനൈസേഷനിൽ കൃത്യമായി നമ്മൾ പ്ലാനിങ് നടത്തി ഓർഗനൈസിങ് ചെയ്തു, ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയും പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ്റെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് കോർഡിനേഷനാണ്. എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ്റെയും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അത് ഒരേപോലെ നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യാം. HRM ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് കൃത്യമായിട്ട് ടാസ്ക് ഓഫ് ഡെവലപ്പിംഗ്, ആ ഒരു കാര്യത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഇൻ്റർപ്രിറ്റ് ചെയ്യുക, റിവ്യൂയിങ് പേഴ്സണൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് റിലേറ്റഡ് ടു എംപ്ലോയീസ്. ആൻഡ് അഞ്ചാമത്തെ പോയിന്റ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഈസ് എ പ്രോസസ് വിച്ച് വെരിഫൈസ് വെദർ എവറിത്തിങ് ഒക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ അക്കോർഡിംഗ് ടു പ്ലാൻസ്. അപ്പോൾ ആദ്യം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു, അതിനെ ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുത്തു, അതിനുശേഷം എല്ലാ ആക്ടിവിറ്റീനും നമ്മൾ കോർഡിനേറ്റ് ചെയ്തു. ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ എല്ലാം ആ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും വേരിയേഷൻ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതേപടി നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഇവാലുവേഷൻ ചെയ്യുക. ഓരോ വർക്കേഴ്സിൻ്റെയും പെർഫോമൻസിനെയൊക്കെ നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഓരോ സ്റ്റാൻഡേർഡുകൾ. ആ പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡിൻ്റെ ഒപ്പം തന്നെ അവരുടെ പെർഫോമൻസ് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു എന്തെങ്കിലും ഒരു വേരിയേഷൻ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് വെച്ചാൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു കറക്റ്റീവ് മെഷേഴ്സൊക്കെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു ചേഞ്ച് വരാനുള്ള റീസൺ എന്താണ്, ആ റീസണെ നമുക്ക് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ തെറ്റുകൾ അവിടെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കൺട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സണൽ മാനേജർ പെർഫോമൻസ്, ഓരോ വ്യക്തികളുടെയും പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യും. ഫ്യൂച്ചർ പ്ലാൻ അതിനനുസരിച്ചായിരിക്കും ഫോർമുലേറ്റ് ചെയ്യുക. കമ്പനിയുടെ ഓരോ പ്ലാനുകളും പോളിസികളും പ്രോഗ്രാമുകളൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ HRMൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട മാനേജറിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അതേപോലെ ഡയറക്ഷനും കോർഡിനേഷനും കൺട്രോളിങ്ങും ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ വരുന്നത് അതിൻ്റെ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. ആ ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും 10 പോയിന്റോളം വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പ്രൊക്യൂർമെൻ്റ് ആണ് വരുന്നത്. ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്ന ഒരു ഓപ്പറേറ്റീവ് ഫങ്ഷനാണ് പേഴ്സണൽ മാനേജറിലെ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ ഏത് ജോലിക്കാണോ ഒഴിവ് വരുന്നത് അവിടെ റൈറ്റ് പേഴ്സൺ ആയിരിക്കണം, റൈറ്റ് പ്ലേസിലായിരിക്കണം അവരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, റൈറ്റ് ടൈമിലായിരിക്കണം അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഇതാണ് പ്രൊക്യൂർമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് പേഴ്സൺ, റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം. സോ ദ ഫങ്ഷൻ റിലേറ്റ് വിത്ത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് കോമ്പിറ്റൻറ്റ് പേഴ്സൺസ് ഫോർ പെർഫോമിംഗ് ബിസിനസ് ടാസ്ക്. നമ്മുടെ ഓർഗനൈസേഷനിലെ ഓരോ ടാസ്കുകളും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ നമുക്ക് വേണ്ടത്ര അളവിൽ ഉണ്ടോ അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്യേണ്ടത് അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഈ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പം ആദ്യം നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമ്മൾ പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട തസ്തികയ്ക്ക് അനുസരിച്ചുകൊണ്ട് അനുയോജ്യരായ വ്യക്തികളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ രണ്ടാമതായിട്ട് കൊടുക്കുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.
ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസേൺ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ബൈ ഇൻക്രീസിങ് ദെയർ സ്കിൽസ് ആൻഡ് പ്രൊഫിഷ്യൻസി. ഒരു ജോലി ചെയ്യുന്നതിൽ അയാൾ എത്രത്തോളം അയാൾക്ക് അറിവുണ്ട്, പ്രൊഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് വേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴാണ് അത് ഡെവലപ്മെൻ്റ് ആവുന്നത്. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഇതിന് വേണ്ടി അവരുടെ ഓരോ വ്യക്തികൾക്കും ഉള്ള കഴിവുകളെ തിരിച്ചറിയുകയും അതിനെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക, അവരുടെ സ്കില്ലും എബിലിറ്റീസും ഇൻക്രീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് അവർക്ക് ചെയ്യാനുള്ള ജോബുകൾ, അവർക്ക് എവിടെയൊക്കെ അവരുടെ സ്ട്രെങ്ത്ത് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയൊക്കെ അവിടെ പോരായ്മകളുണ്ട് എന്നുള്ളതൊക്കെ അറിയാനൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ അവർക്ക് കൊടുക്കണം. ടു കവർ അപ്പ് ദ ഡെഫിഷ്യൻസീസ് ഇൻ വർക്കേഴ്സ് പെർഫോമൻസ്. ഏതെങ്കിലും തരത്തിൽ വർക്കേഴ്സ് പെർഫോമൻസിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യണം. വേരിയസ് മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ ദിസ് പർപ്പസ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം? അവർക്ക് ലെക്ചറിങ് കൊടുക്കാം, ഡിസ്കഷൻസ് കൊടുക്കാം, ഡെമോൺസ്ട്രേഷൻസ് കൊടുക്കാം. ഇത്തരത്തിലാണ് എംപ്ലോയീസിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിൻ്റാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം എന്ത്? റെമ്യൂണറേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും എത്ര റെമ്യൂണറേഷൻ കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എംപ്ലോയീസിന് എപ്പോഴും അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ടുള്ള റെമ്യൂണറേഷൻ അവർക്ക് കിട്ടിയിരിക്കണം. ആൻഡ് എംപ്ലോയീസ് മസ്റ്റ് ഗെറ്റ് അഡക്വേറ്റ് ആൻഡ് ഇക്വിറ്റബിൾ റെമ്യൂണറേഷൻ ഫോർ ദ വർക്ക് ഡൺ. എന്താണോ അവർ വർക്ക് ചെയ്തിരിക്കുന്നത് ആ വർക്കിന് അനുയോജ്യമായിട്ടുള്ള വേതനം അവർക്ക് ലഭ്യമാവേണ്ടതാണ്. വർക്കേഴ്സ് ആർ റെമ്യൂണറേറ്റഡ് ഇൻ 2 ways, നെയിംലി മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റെമ്യൂണറേഷൻ. ഓരോ ഫേമും അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് 2 തരത്തിലായിരിക്കും. ചിലപ്പം അത് ആ കൊടുക്കുന്ന റെമ്യൂണറേഷൻ പൈസയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നോൺ മോണിറ്ററി പൈസ അല്ലാതെ മറ്റുള്ള ബെനിഫിറ്റുകളായിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. അത്തരത്തിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമ്മൾ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ബേസിക് നെസസിറ്റീസ്, അവർക്കുള്ള ഏറ്റവും അത്യാവശ്യം വേണ്ടായ കാര്യങ്ങൾ, റിക്വയർമെൻറ്റ്, ആ ജോബിന് അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ലീഗൽ പ്രൊവിഷൻസ്, അതൊക്കെ നോക്കി വേജസ് എത്ര കൊടുക്കാം ആ ഒരു ജോലിക്ക്, അതേപോലെ തന്നെ ആ പറഞ്ഞിരിക്കുന്ന ശമ്പളം കൊടുക്കാൻ ആ ഫേമും ഏബിൾ ആണോ, അതിന് കപ്പാസിറ്റി ഉണ്ടോ, അതുപോലെ തന്നെ വേജിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇത്തരത്തിലുള്ള ആളുകളെ ഹയർ ചെയ്യുമ്പം അവർക്ക് കൊടുക്കുന്ന സാലറി എന്താണ്, ഇത്തരം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം അവർക്ക് ഒരു വേജിൻ്റെ ആ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കാൻ, ആ റെമ്യൂണറേഷൻ തീരുമാനിക്കാൻ. ഇഫ് എംപ്ലോയീസ് ആർ പെയ്ഡ് ലെസ്, അവർ നന്നായിട്ട് വർക്ക് ചെയ്താലും അവർക്ക് വേണ്ടത്ര വേതനം കൊടുക്കുന്നില്ലെങ്കിൽ, സാലറി കൊടുക്കുന്നില്ലെങ്കിൽ, ദേ ഹാവ് ലീവ് ദ ജോബ് അറ്റ് ആൻ ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഏറ്റവും നല്ലൊരു അവസരം വരുമ്പോൾ തന്നെ അവർ ആ ജോലി വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നു. സോ കോമ്പൻസേഷൻ ഷുഡ് ബി ഫിക്സ്ഡ് ഇൻ സച്ച് എ വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്? ഏബിൾ ടു അട്രാക്റ്റ് ആൻഡ് റീറ്റെയിൻ ക്വാളിഫൈഡ്. എപ്പോഴും ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലും അവരെ ക്വാളിഫൈഡ് ആയ ആൾക്കാരെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ, അവിടെ നിലനിർത്താനും സാധിക്കണം. ആൻഡ് കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയിട്ട് ആ ഓർഗനൈസേഷനിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോയിന്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ HRMൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫങ്ഷൻസ് നോക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് പ്രൊക്യൂർ ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുക, അതിനുശേഷം അവരെ നല്ല രീതിയിൽ അവരുടെ വർക്കിനനുസൃതമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുക. കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷനാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൃത്യമായിട്ട് റീകൺസൈൽ ചെയ്യണം ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ് വിത്ത് ദാറ്റ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഗോളുകൾ എന്തൊക്കെയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെയും ഗോളുകൾ എന്തൊക്കെയാണ്, ഇവ തമ്മിൽ എപ്പോഴും ഒരു മാച്ചിങ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദേ ആർ ടു ബി പ്രോപ്പർലി മോട്ടിവേറ്റഡ്. അതിനനുസരിച്ച് വേണം അവരെ കൃത്യമായിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദേ ഷുഡ് തിങ്ക് വാട്ട് എവർ മേ ബി ഡൺ ഫോർ ദ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ഫോർ ദം ഓൾസോ. എന്തൊരു കാര്യം ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴും അത് നമുക്ക് കൂടിയിട്ട് ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് വരേണ്ടത്. ദിസ് വിൽ ബ്രിങ് അബൌട്ട് ഹാർമണി ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് ദ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ആ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഒരു ഹാർമോണിയസ് ആയിട്ട് മൂവ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 5ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ മസ്റ്റ് എക്സിസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. എപ്പോഴും അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പം അവർ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പേഴ്സണൽ മാനേജർ ഹാസ് ടു ടുക്ക് ആഫ്റ്റർ ദ ഹെൽത്ത് ഓഫ് ദ വർക്കേഴ്സ് അറ്റ് വർക്ക് ആൻഡ് ഓഫ് വർക്ക്. അവിടെ വർക്ക് ചെയ്യുന്ന
ഓരോ എംപ്ലോയീസിൻ്റെയും ഹെൽത്ത് കണ്ടീഷൻസ് അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അവർ ശ്രദ്ധിക്കണം. കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും വൃത്തിയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവർക്ക് അപകടങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കുക. അവർക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. വിശ്രമവേളകൾ റിക്രിയേഷൻസ് കൊടുക്കുക അവർക്ക്. അതുപോലെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിലാണ് എംപ്ലോയീസിൻ്റെ മൊറാലിറ്റിയും മോട്ടിവേഷനും ഇവിടെ കൂട്ടാൻ പറ്റുള്ളൂ. എംപ്ലോയീസ് വിൽ ഹാപ്പി ടു വർക്ക് അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസസ്. അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ മാത്രമാണ് അവർക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യം അവിടെ ഉണ്ടാവുന്നുള്ളൂ. 6ാമത്തെ പോയിന്റിലാണ് വെൽഫെയർ ആക്ടിവിറ്റീസ് പറയുന്നത്. വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് കൊടുക്കാം. ഒന്ന്, അവർക്ക് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്കോ ഫാമിലിക്കോ ഏതെങ്കിലും തരത്തിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ അതിന് ക്യാഷ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പനി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്ന പോലെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കാം. അതേപോലെ തന്നെ അവർക്ക് റെസ്റ്റോറൻറ്റ്സ് ആൻഡ് അതർ റിക്രിയേഷൻ ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ആ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അതൊക്കെ കമ്പനിയുടെ ചിലവിലേക്ക് കൊടുക്കാൻ, അതൊക്കെ അവരുടെ വെൽഫെയറിൻ്റെ ബേസിസിലാണ് വരുന്നത്. പിന്നെ 3ാമത്തേൽ കഫറ്റേരിയ ഉണ്ടെങ്കിൽ അത് അവർക്ക് യൂസ് ചെയ്യാൻ റെസ്റ്റ് റൂംസ് കൊടുക്കുക. അവർക്ക് വേണ്ട സമയങ്ങളിൽ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഗ്രൂപ്പ് ഇൻഷുറൻസ് അവർക്കും അതുപോലെ ഒരുപാട് ഒരു റേഞ്ചിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കൊക്കെ ഒന്നിച്ച് ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലി സ്ഥലത്ത് വെച്ച് ജോലി സമയത്തൊക്കെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരിക. അങ്ങനെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷനും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാവുന്നതാണ്. 7ാമത്തെ പോയിന്റിലാണ് പറയുന്നത് പേഴ്സണൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. HR ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെയും പേഴ്സണൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് വളരെ സഫിഷ്യൻറ്റ് റെക്കോർഡ്സ് എംപ്ലോയിയുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം, ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടത്, അച്ചീവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രാൻസ്ഫർ, അവരുടെ പ്രൊമോഷൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനെയും പേഴ്സണൽ ബിഹേവിയർ, ലേബർ ടേൺ ഓവർ ഉണ്ടോ, ആബ്സെൻറ്റീസം ഉണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് അവർ പേഴ്സണൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 8ാമത്തെ പോയിന്റിൽ പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ടെർമിനേഷൻ. HR ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യണം. ഡിസൈൻ സ്യൂട്ടബിൾ പ്രൊമോഷൻ പോളിസി. ഓരോ വ്യക്തിയും എത്ര വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാം ഒരു ഹയർ പോസ്റ്റിലേക്ക്, അതിൻ്റെ പോളിസികൾ എന്താണ്, എപ്പോഴാണ് ഒരാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കേണ്ടത്, എപ്പോഴാണ് ഒരാളെ ടെർമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായി. നല്ലൊരു പോളിസി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി ആ ഓരോ ഓർഗനൈസേഷനിലും ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരിക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരുമായിട്ട് കൃത്യമായിട്ടൊരു ധാരണയിൽ ട്രേഡ് യൂണിയനും അതേപോലെ തന്നെ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഹെഡ്സും അവിടുത്തെ എംപ്ലോയീസും യൂണിയനുമായിട്ട് ഒരു നല്ലൊരു നെഗോഷിയേഷൻസ് അവിടെ, അതായത് ഇത്തരത്തിലുള്ള യൂണിയൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിൽ ഇങ്ങനൊരു യൂണിയൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള യൂണിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു ജോബിന് എത്രമാത്രമാണ് അവർ നമുക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കണം അതേ ഇൻഡസ്ട്രിയിൽ അതേപോലത്തെ ഒരു വ്യക്തിക്ക് അപ്പുറത്തും കിട്ടേണ്ടത്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരേപോലെ ആ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യൂണിയനുമായിട്ടുള്ള നെഗോഷിയേഷൻസ് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് പോയിന്റിലാണ് മിസലേനിയസ് ഫങ്ഷൻ. ഇപ്പോൾ ഈ പറഞ്ഞ 9 പോയിന്റ് അല്ലാതെ വരുന്ന ഫങ്ഷൻസാണ് മിസലേനിയസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതേപോലെ ആ ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള റിസർച്ച് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാം. ഇറ്റ് അസിസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് ടു ഡെവലപ്പ് ഇഫക്റ്റീവ് അപ്രൈസൽ സിസ്റ്റം. അതിൽ കൃത്യമായിട്ട് അവിടെ ഓരോ എംപ്ലോയീസിനെയും അപ്രൈസൽ നടത്താനുള്ള ഇഫക്റ്റീവായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് നോക്കുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യാം.
ഇത്രയും കാര്യങ്ങളും കൂടിയാണ് അതിൽ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട 2 ഫങ്ഷൻസ് ഓഫ് HRM ആണ്. ഒന്ന് മാനേജീരിയൽ ഫങ്ഷനും 2 ഓപ്പറേറ്റീവ് ഫങ്ഷനും. മാനേജീരിയൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മാനേജ്മെൻറ്റ് പഠിച്ച കുട്ടികളായതുകൊണ്ട് നമുക്കറിയാം എപ്പോഴും മാനേജ്മെൻറ്റ് ഫങ്ഷൻ എന്താണ്, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും കോർഡിനേഷനും ഒക്കെയാണ് അവിടെ വരുന്നത്. ഇനി ഓപ്പറേറ്റീവ് തലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് എംപ്ലോയീസിനെ നമ്മൾ പ്രൊക്യൂർ ചെയ്യണം, അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കണം, നല്ല രീതിയിൽ അവർക്ക് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം, അവരുടെ ആക്ടിവിറ്റീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, മെയിൻ്റനൻസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, വെൽഫെയർ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, പേഴ്സണൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊമോഷനും ടെർമിനേഷനും ട്രാൻസുമായി ബന്ധപ്പെട്ടുള്ള പോളിസികൾ ഫോം ചെയ്യുക, ട്രേഡ് യൂണിയനുമായിട്ട് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യുക. ആൻഡ് ഇതെല്ലാം കൂടാതെ കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള ഫങ്ഷൻസ് കൂടി ഉണ്ടാവുമ്പോഴാണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 2 ടോപ്പിക്കും മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതേപോലെ തന്നെ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ 3rd സെമസ്റ്റർ BBA എന്നെഴുതിയിട്ട് ബിസിനസ് റെഗുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ 4th സെമസ്റ്ററിൻ്റെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറും നമ്മളവിടെ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേപ്പറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും വേണ്ട ആളുകൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ആ വീഡിയോസ് ഒന്ന് പോയി കാണുക. ബിസിനസ് റെഗുലേഷനും ഉണ്ട്, കോർപ്പറേറ്റ് റെഗുലേഷനും ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങേണ്ടത് ബിസിനസ് റെഗുലേഷനാണ്. അത് കംപ്ലീറ്റ് ആവുമ്പോൾ കോർപ്പറേറ്റ് റെഗുലേഷനിൽ ആ ഒരു പോയിന്റ് കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് 2ൻ്റെയും കൂടിയാണ് BCRൽ വരുന്നത്. അപ്പോൾ ആ കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്